everyone. Welcome to my channel English Excellence with Jobin Joseph. In today's lesson, we are going to learn one of the most important topics in English grammar, that is articles. Many English learners get confused about when to use a and the. But you don't worry. By the end of the lesson, you will clearly understand how to use them correctly. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ്, പ്രധാനമായും 3 ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിലുള്ളത്: എ ആൻഡ് ദി. ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണം, എപ്രകാരം ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഈ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടത്. സോ സമയം കളയാതെ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. Okay, these are the contents of our discussions. First of all, we discuss an introduction to articles, then discuss types of articles, then uses of various articles, and last one is a practice worksheet. First, let us understand what articles are. Articles എന്താണെന്ന് നമുക്ക് നോക്കാം. Articles are small words used before nouns. അപ്പോൾ നാമങ്ങൾക്ക് മുമ്പിലായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ വാക്കുകളാണ് ആർട്ടിക്കിൾസ്. അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മളതിന് ഭേദങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇൻ ഇംഗ്ലീഷ് there are 3 articles, എ ആൻഡ് ദി. ഇപ്പോൾ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആർട്ടിക്കിൾസ് ആണുള്ളത്, ഭേദങ്ങളാണുള്ളത്. എ എന്ന് പറയും, ആൻ എന്ന് പറയും, ദി ചിലപ്പോൾ നമ്മൾ ദ എന്നും പറയും. അപ്പോൾ ഇത് 3ആണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്. ഓക്കെ, ദേ ഹെൽപ്പ് us to know which person, place, thing or idea we are talking about. So these articles help us give more information about the noun. ഇപ്പോൾ നാമത്തെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ, വിവരങ്ങൾ തരാൻ നമ്മളെ സഹായിക്കും. ഏത് വ്യക്തിയാണ്, ഏത് സ്ഥലമാണ്, ഏത് സ്ഥലത്തെക്കുറിച്ചാണ്, ഏത് വസ്തുവിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഏത് ആശയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നൊക്കെ കൂടുതൽ അറിവ് തരാൻ നമ്മളെ സഹായിക്കും. ആർട്ടിക്കിൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്. ആർട്ടിക്കിൾസ് പ്രധാനമായിട്ട് 2 തരത്തിലുണ്ട്: ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആർ 2, they are എ ആൻഡ് ആൻ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് 2 ആർട്ടിക്കിൾസ് ഉണ്ട്. പ്രധാനമായിട്ടും എ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും ആൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും. അതുപോലെ തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒരെണ്ണമേ ഉള്ളൂ, അത് ദ എന്ന്, അല്ലെങ്കിൽ നമ്മൾ ദി എന്ന് പറയുന്നതാണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു പ്രത്യേക കാര്യം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാത്ത രീതിക്ക് പറയുമ്പോഴാണ് അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുക, ഏതോ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഡെഫിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരാളെക്കുറിച്ച്, ഒരാശയത്തെക്കുറിച്ചൊക്കെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് 2 എണ്ണമുണ്ട് ഇംഗ്ലീഷിൽ, എയും ഉണ്ട് ആനും ഉണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ ഒരെണ്ണമേ ഉള്ളൂ, അത് ദ അല്ലെങ്കിൽ നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. Now let us understand each one separately. First one, indefinite articles. A and an are called indefinite articles. Why? Because they refer to any one person, any place, anything or any idea, not a specific one. ഇപ്പോൾ ഇംഗ്ലീഷിൽ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾസിനെയാണ് ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് എന്തുകൊണ്ട് ഈ എയിനെയും ആനിനെയും വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ റെഫർ ടു എനി വൺ പേഴ്സൺ, എനി പ്ലേസ്, എനിത്തിങ് ഓർ എനി ഐഡിയ, നോട്ട് എ സ്പെസിഫിക് വൺ. ഒരു പ്രത്യേക
ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥലത്തിനെയോ വസ്തുവിനെയോ ആശയത്തിനെയോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഏതോ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്തെ ഏതോ ഒരു വസ്തുവിനെ ഏതോ ഒരു ആശയത്തിനെയാണ് ഇത് സൂചിപ്പിക്കുക. അപ്പം ഏതോ ഒന്ന് എന്നുള്ളൊരർത്ഥം കിട്ടുമ്പോഴാണ് അല്ലെങ്കിൽ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് പറയുക. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ സോ എ ഡോഗ്. ഐ സോ എ ഡോഗ്. ഷീ ബോട്ട് ആൻ ആപ്പിൾ. Now please look at this sentence. Here we are not talking about a particular dog or apple. I saw a dog. ഏതോ ഒരു അല്ലേ, ഏതോ ഒരു പട്ടിയെ കണ്ടു. പ്രത്യേക പട്ടി എന്നൊരർത്ഥമില്ല. ഷി ബോട്ട് ആൻ ആപ്പിൾ. അവളൊരു ആപ്പിൾ വാങ്ങി. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. നമുക്ക് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താണ് ഇതിൻ്റെ എ ആൻ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾസിൻ്റെ അർത്ഥം എന്താണ്? ഒരു എന്നുള്ള ഒരർത്ഥമാണ്. ഒരു. ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്. ഐ സോ എ ഡോഗ് മീൻസ് ഞാനൊരു നായയെ കണ്ടു അല്ലെങ്കിൽ ഞാനൊരു പട്ടിയെ കണ്ടു. അപ്പോൾ ഏതോ ഒരു പട്ടിയെ കണ്ടു എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് അല്ലേ. ഷി ബോട്ട് ആൻ ആപ്പിൾ. അവൾ ഒരു ആപ്പിൾ വാങ്ങി. അവളൊരു ആപ്പിൾ വാങ്ങി. അതിന് ഇപ്പോൾ ഏതോ ഒരു അല്ലേ ഒരു ആപ്പിൾ വാങ്ങി. അപ്പോൾ അതിന് പ്രത്യേക സ്പെസിഫൈ ചെയ്ത് നമ്മൾ കാശ്മീരിയാണോ അല്ലേ, അങ്ങനെ പ്രത്യേക ആപ്പിളിന് പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാതെ പറയുന്ന കാര്യങ്ങൾക്കാണ് എന്തെന്ന് ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്ത് പറയുക. Okay, now let us discuss the uses of a or an. അപ്പോൾ നമുക്കിതിന് കുറച്ച് ഉപയോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത് എവിടെ ഉപയോഗിക്കണം. ഇത് ഇംഗ്ലീഷിൽ നമുക്കതാണല്ലോ നമ്മുടെ കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം. അപ്പോൾ നമുക്ക് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. എ ഓർ ആൻ ഈസ് യൂസ്ഡ് ഓൺലി വിത്ത് സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. അപ്പം എ എന്ന് പറയുന്ന ആർട്ടിക്കിളും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളും ഒക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? വിത്ത് സിംഗുലർ കൗണ്ടബിൾ നൗൺസ്. നമുക്കറിയാം കൗണ്ടബിൾ, നമുക്ക് എണ്ണാൻ സാധിക്കുന്ന അല്ലേ, അളക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുക. അപ്പോൾ അതിനൊപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കും? എ അല്ലെങ്കിൽ ആൻ എന്ന് ഉപയോഗിക്കും. ഉദാഹരണം നമുക്ക് നോക്കാം. എ പെൻ, എ ബോയ്, എ ബുക്ക്, എ ഗേൾ, എ കാർ, a dog, a teacher, a cat, a house, a glass, an apple, an egg, an elephant, an orange, an umbrella, an inkstand, an engineer, an English teacher, an example, an hour. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും. ചിലതിന് മുമ്പിൽ എ ഉപയോഗിച്ചിരിക്കുന്നു, ചിലതിന് മുമ്പിൽ ആൻ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കും. എങ്കിലും ഒരു ചെറിയ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ എപ്പോഴും എ ഉപയോഗിക്കുന്നത് കോൺസണൻ്റ് സൗണ്ടിന് മുമ്പിൽ, സ്വരാക്ഷരങ്ങൾക്ക് മുമ്പിലല്ല, വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പിലാണ്. സ്വരാക്ഷരങ്ങൾ നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മളതിന് വവൽസ് എന്നാണ് പറയുക. അപ്പോൾ വവൽസിനൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എ ഇ ഐ ഒ യു. അതാണ് നമ്മുടെ വവൽസ് എന്നറിയപ്പെടുന്നത്. 5 വവൽസ് ആണുള്ളത് ഇംഗ്ലീഷിൽ. ആ എ ഇ ഐ ഒ യു എന്ന ശബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ ആ പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതാണ്. നോക്കൂ. ഹൗഎവർ എ ഓർ ആൻ ഈസ് നോട്ട് യൂസ്ഡ് ഓൺലി അൺകൗണ്ടബിൾ നൗൺസ്. അപ്പം എയും ആനും ഒന്നും ഉപയോഗിക്കത്തില്ല ഇപ്പോൾ അൺകൗണ്ടബിൾ നൗൺസിനൊപ്പം നമ്മൾ ഉപയോഗിക്കാറില്ല. നോക്കൂ, ഇവിടെ ശരിയും തെറ്റുമായിട്ട് വേർതിരിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. എ വാട്ടർ എന്ന് പറയാറില്ല, നമ്മൾ വാട്ടർ എന്നേ പറയാറുള്ളൂ. അതുപോലെ മിൽക്കിൻ്റെ കാര്യം പറയുമ്പോൾ എ മിൽക്ക് എന്ന് പറയാറില്ല, മിൽക്ക് എന്നേ പറയാറുള്ളൂ. ഈ റൈസ് ആണെങ്കിലും എ റൈസ് എന്ന് പറയാറില്ല, റൈസ് എന്നേ പറയാറുള്ളൂ. ഈ ഷുഗർ, എ ഷുഗർ എന്ന് നമ്മൾ പറയില്ല, ഷുഗർ എന്നേ പറയുള്ളൂ. ദെൻ ഇൻഫർമേഷൻ എന്ന് പറയുന്ന വാക്കും ആൻ ഇൻഫർമേഷൻ എന്ന് പറയും. നമ്മൾക്കറിയാം ഐ എന്ന് പറയുന്നൊരു ഓവലാണ്, നമുക്ക് ആൻ ചേർക്കുക, പക്ഷേ ആൻ ചേർത്തല്ല പറയേണ്ടത്, അവിടെ ഇൻഫർമേഷൻ എന്നാണ് പറയേണ്ടത്. ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പ് ഒരിക്കലും എയും ആനും ഉപയോഗിക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തൊരു കാര്യമായിരുന്നു
കോൺസണൻറ്റ് സൗണ്ടിന് മുമ്പിൽ എന്താണ് ഉപയോഗിക്കുക, വവ്വൽ സൗണ്ടിന് മുമ്പിൽ എന്താണ് ഉപയോഗിക്കുക, അതിനെക്കുറിച്ചൊരു നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെഷനാണിത്. നമുക്ക് നോക്കാം. എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺസണൻറ്റ് ലെറ്റർ മാത്രമല്ല ഇവിടെ വരിക, ഒരു കോൺസണൻറ്റ് സൗണ്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിൽ കോൺസണൻറ്റ് ലെറ്റേഴ്സ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 വാക്കുകൾ നമ്മൾ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് പറയുക. അതായത് വവ്വൽസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എ, ഇ, ഐ, ഒ, യു എന്നീ 5 വവ്വൽസ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 21 അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ആയിട്ടാണ് അറിയപ്പെടുക. ആ കോൺസണൻറ്റ് ലെറ്റേഴ്സിന് മുമ്പ് നമ്മൾ എന്ത് ചേർക്കുക, ഇംഗ്ലീഷിൽ ആർട്ടിക്കിളായിട്ട് എ ചേർത്ത് പറയുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. അപ്പോൾ അത് കോൺസണൻറ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കോൺസണൻറ്റ് സൗണ്ടാണ്, ഈ വവ്വൽ സൗണ്ടിലുള്ള അക്ഷരങ്ങളല്ലാതെ കോൺസണൻറ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, അതിന് മുമ്പ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കുക. നമുക്ക് നോക്കാം. എ ബുക്ക്, ബ ശബ്ദമാണല്ലേ അവിടെ വന്നിരിക്കുക. കാറിൻ്റെ നോക്കിക്കേ, നമ്മൾ സി അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, കാ ശബ്ദമാണ് അല്ലേ. ഡോഗ് ഡ ശബ്ദം അല്ലേ, ഡി ശബ്ദമാണ് വരിക. അപ്പോൾ എ ബുക്ക്, എ കാർ, എ ഡോഗ്, എ ടീച്ചർ, എ ബോയ്, എ സ്റ്റുഡൻറ്റ്, എ ഹൗസ്, എ റൂളർ, എ മാൻ, എ ഫിഷ്, a watch, a computer, a table, a friend, a tree, a child, a camera, a doctor. അപ്പോൾ ഇതെല്ലാം കോൺസണൻറ്റ് സൗണ്ടുകളാണ്, അപ്പോൾ അല്ലെങ്കിൽ കോൺസണൻറ്റ് ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് എന്ത് നമ്മൾ ഉപയോഗിക്കണം, എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വേർഡ്സ് ദാറ്റ് ബിഗിൻ വിത്ത് എ വവ്വൽ സൗണ്ട്. അതായത് വവ്വൽ സൗണ്ട് നമ്മൾ പറയുമ്പോൾ വവ്വൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കുകൾ, പ്രധാനമായിട്ടും വവ്വൽ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് വാക്കുകൾ എ, ഇ, ഐ, ഒ, യു എന്നീ വാക്കുകളാണ്. അപ്പോൾ ഇതിനൊക്കെ മുമ്പിൽ നമ്മൾ എന്ത് ആർട്ടിക്കിൾ ചേർക്കണം, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എ, ഇ, ഐ, ഒ, യു. അപ്പോൾ ഈ പറയുന്ന നമ്മൾ പറയുമ്പോഴും ആ ശബ്ദം വരാറുണ്ടല്ലേ, ആ, ഈ നമ്മൾ ഈ എന്ന് പറയുന്നേക്കാളും കൂടുതൽ എ എന്നുള്ളൊരർത്ഥത്തിലും പറയാറുണ്ട് അല്ലേ. എലഫൻ്റ് എന്നൊക്കെയാണ് പറയുന്നത്, ഇലഫൻ്റ് എന്നല്ല, എലഫൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എ, ഇ, ഐ, ഒ, യു. അപ്പം നമ്മൾ യു. അപ്പോൾ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ മുമ്പിൽ എന്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്റേഴ്സിനൊക്കെ മുമ്പ് ഇതിനെല്ലാം വവ്വൽ സൗണ്ടുകൾ, വവ്വൽ ലെറ്റേഴ്സാണ്. അപ്പോൾ ഈ വവ്വൽ ലെറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വവ്വൽ സൗണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് നോക്കാം. ആൻ ആപ്പിൾ ആ ശബ്ദമാണ് അല്ലേ. ആൻ ഓറഞ്ച്, ആൻ ഓറഞ്ച്. ആൻ എൻജിനീയർ അല്ലേ, എൻജിനീയർ. ആൻ എനിമി, ഇപ്പോൾ അല്ലെങ്കിൽ ഏ ശബ്ദമാണ് അവിടെ വരുന്നത് അല്ലേ. ദെൻ ആൻ എലിഫൻറ്റ്, ആൻ ഐഡിയ, an input, an American, an ice cream, an egg, an invitation, an insect, an officer, an article, an owl, an actor, an answer, an umbrella. അപ്പോൾ നോക്കൂ, ഈ ഉദാഹരണങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എല്ലാം, ഈ വാക്കുകളുടെ എല്ലാം ഇനീഷ്യൽ ലെറ്റർ എന്നുള്ളത് ഈ എ, ഇ, ഐ, ഒ, യു അതിലേതെങ്കിലും ഒരെണ്ണമാണ്. അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും വവ്വൽ സൗണ്ടുകളാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കോൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ കോൺസണൻറ്റ് ലെറ്റർ ആണ് ആ വേർഡിൻ്റെ ആദ്യ ലെറ്റർ എങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ഇനി വവ്വൽ സൗണ്ടിൽ അല്ലെങ്കിൽ വവ്വൽ ലെറ്റേഴ്സിൽ ആരംഭിക്കുന്നതാണ് ആ വാക്കെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനു മുമ്പ് ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു റൂളാണ് സൗണ്ട് റൂൾ. സൗണ്ട് റൂൾ നമ്മൾ ഇതിന് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടിരുന്നു, എന്നാലും ഒന്നും കൂടെ നമ്മളിത് ഡിസ്കസ് ചെയ്യുവാണ്. ആർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ സൗണ്ട്, നോട്ട് ഓൺലി ദ ലെറ്റർ. അപ്പോൾ ലെറ്റർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എ ചേർക്കണോ ആൻ ചേർക്കണോ എന്ന് നമ്മൾ പറയുന്നതിലും കൂടുതൽ അതിൻ്റെ സൗണ്ട്, അത് ഉണ്ടാക്കുന്ന സൗണ്ട്
നോക്കി നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് വവ്വലാണോ അല്ലെങ്കിൽ കോൺസണൻ്റ് ആണോ എന്നും ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ കോൺസണൻ്റ് സൗണ്ട് ആണെങ്കിൽ എപ്പോഴും ഓർക്കുക എ ചേർക്കുക. വവ്വൽ സൗണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചേർക്കണം, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയിരിക്കണം ചേർക്കേണ്ടത്. നമുക്കിവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരിക. നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കണം. സൈലൻറ്റ് എച്ച് വേർഡ്സ്. ഇപ്പോൾ ചില വാക്കുകളുണ്ട് അതിനകത്ത് എച്ച് സൈലൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള വാക്കുകളുടെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വവ്വൽ സൗണ്ടിലായിരിക്കും ആ വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, അവിടെ കോൺസണൻറ്റ് വരുമ്പം ചേർക്കുന്ന ആർട്ടിക്കിളായിട്ടുള്ള എ അല്ല ചേർക്കേണ്ടത്, മറിച്ച് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വവ്വൽ സൗണ്ട് ആയതുകൊണ്ട് അതിന് മുമ്പ് ആൻ ചേർക്കണം. അപ്പം നോക്കിക്കേ, ആൻ അവർ എന്നാണ് പറയുക, ഹവർ എന്നല്ല പറയുന്നത്. നമ്മൾ എച്ച് അവിടെ സൈലൻ്റ് ആണ്. ഇതിലെല്ലാം നോക്കൂ, ഈ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിലൊക്കെ എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ അത് പറയുന്നത് ആൻ അവർ എന്നാണ്. അപ്പം ആ ശബ്ദമാണ് അവിടെ വരിക. അപ്പോൾ നോക്കുക, അവിടെ ഒരു വവ്വൽ സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്തിരിക്കുന്നു. ആൻ ഓണസ്റ്റ് പേഴ്സൺ, ഹോണസ്റ്റ് പേഴ്സൺ അല്ല, ഓണസ്റ്റ് പേഴ്സൺ, അപ്പോഴും ഓ ശബ്ദമാണ് അല്ലേ. അതുപോലെ ആൻ ഓണർ, ഹോണർ അല്ല, പലരും തെറ്റിച്ചാണ് പറയുന്നത് അല്ലേ, ഹോണർ എന്നൊക്കെ പറയുന്നത്, ഓണറാണ് കേട്ടോ, ആൻ ഓണർ. ആൻ എയർ, ഹെയർ അല്ല, ആൻ എയർ. ഹോണസ്റ്റി അല്ല, പലരും ഹോണസ്റ്റി എന്ന് പറയുന്നുണ്ട്, ഹോണസ്റ്റി അല്ല, ഓണസ്റ്റി. ഓണസ്റ്റി എച്ച് സൈലൻ്റ് ആണ്. ഓണറബിളി, ഓണറബിളി, ഹോണറബിളി അല്ല, ഓണറബിളി. ഓണററി, ഹോണററി അല്ല, ഓണററി. അപ്പോൾ അവിടെയെല്ലാം എച്ച് സൈലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പം പുറത്ത് വരുന്ന ശബ്ദം വവ്വൽ സൗണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. ഓണറബിൾ, ഹോണറബിൾ അല്ല. ചിലരൊക്കെ തെറ്റായിട്ട് എപ്പോഴും പറയുന്നത് കേൾക്കാം, ഹോണറബിൾ. ശരിക്കും ഹോണറബിൾ എന്നല്ല പറയേണ്ടത്, ഓണറബിൾ. അവിടെയൊക്കെ എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ എച്ച് സൈലൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എച്ച് സൈലൻറ്റ് വേർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വവ്വൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ വാക്കുകൾക്ക് മുമ്പിലും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റേഴ്സ് പ്രൊനൗൺസ്ഡ് വിത്ത് വവ്വൽ സൗണ്ട്, ദാറ്റ് ഈസ് എഫ്, എൽ, എം, എൻ, ആർ, എസ്, എക്സ്, ദാറ്റ് ഈസ് സ്റ്റാർട്ട് വിത്ത് എ സൗണ്ട്. എ സൗണ്ട്. ഇപ്പം എ ഇ എന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുക എ എന്നാണ് അല്ലേ, ഇഗ് എന്നല്ല, എഗ് എന്നല്ല പറഞ്ഞത്. അപ്പം ഒരു എ സൗണ്ട് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ എഫ്, എൽ, എം, എൻ, ആർ, എസ്, എക്സ്, ഇപ്പം ഈ വാക്കുകളൊക്കെ ഇതാണ് അതിൻ്റെ തുടക്കം. വാക്കുകളുടെ തുടക്കം ഈ വാക്കുകളാണ് അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സാണ്. ആ ലെറ്റേഴ്സിനൊരു എ സൗണ്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതെന്താണ്, ഒരു വവ്വൽ സൗണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ലെറ്ററുകൾ വരുന്ന വാക്കുകൾക്ക് മുമ്പിൽ എന്ത് ചേർക്കണം, നമ്മൾ ഉറപ്പായിട്ടും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. പലപ്പോഴും ഇത് ഈ അക്രോനിമായിട്ട് വരുന്ന അല്ലെങ്കിൽ ചുരുക്കത്തി രൂപത്തിൽ നമ്മൾ എഴുതുന്ന ഷോർട്ട് ഫോമിൽ എഴുതുന്ന വാക്കുകൾക്ക് മുമ്പിലാണ് കൂടുതലും ആൻ നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ എക്സ്പാൻഷൻ വരുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ആൻ എം എൽ എ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് പറയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്പാൻഷൻ അല്ല, അതിൻ്റെ ഷോർട്ട് ഫോം. ഒരു അക്രോണിയം പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചേർക്കുക, ആൻ ചേർത്ത് പറയുക. ആൻ എം എൽ എ, ആൻ എം പി, ആൻ MNC കമ്പനി. നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ പറയും, എ മൾട്ടിനാഷണൽ കമ്പനി. ആൻ NGO, ആൻ NGO, ആൻ FIR, ആൻ SDO, ആൻ XRA, ആൻ SP. അപ്പം സൂപ്രണ്ട് ഓഫ് പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൻ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് എന്ന് പറയാറില്ല. അപ്പം എക്സ്പാൻഷൻ വരുമ്പോൾ നമ്മൾ ആൻ ചേർത്ത് പറയരുത്, മറിച്ച് ഈ അക്രോണിയം വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ചേർത്ത് പറയുക, ആൻ ചേർത്ത് പറയുക അല്ലെങ്കിൽ എഴുതുക. Some words begin with a vowel letter A, E, I, O, U, but their pronunciation start with a consonant sound
like you or I. Ear sound. U sound, ear sound. Therefore, we use a instead of an. ഇപ്പം എന്താണെന്ന് മനസ്സിലായോ? അതായത് ചില വാക്കുകൾ വൗവൽ ലെറ്ററിലാണ് തുടങ്ങുന്നത്. അതായത് എ, ഇ, ഐ, ഒ, യു ഒക്കെ ആയിരിക്കും അതിൻ്റെ ആ ഇനിഷ്യൽ ലെറ്റർ. അതൊരു വൗവൽ ലെറ്ററാണ്. പക്ഷേ അവയുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ പ്രത്യേക സൗണ്ട് റൂള് പ്രധാനമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അവയുടെ പ്രൊനൗൺസിയേഷൻ കോൺസണൻ്റ് സൗണ്ടിലാണ് നിൽക്കുന്നത്. അതായത് യു എന്നും യു സൗണ്ടിലും ഒക്കെയാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആനല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് എ ആണ് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ യാ ശബ്ദം വരുന്നു, അപ്പോൾ ഈ ശബ്ദമൊക്കെ വരുന്ന, അല്ലെങ്കിൽ വാ ശബ്ദമൊക്കെ വരുന്നു, WA. അപ്പോൾ വാ ശബ്ദമൊക്കെ വരുന്നത്, അല്ലെങ്കിൽ യോ ശബ്ദമൊക്കെ വരുന്നത്. അന്നേരം ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്? എ ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് അതിൻ്റെ റൂൾ ഇതാണ്: വൗവൽ ലെറ്റർ പ്ലസ് കോൺസണൻ്റ് സൗണ്ട്. അത് വൗവൽ ലെറ്റർ ആണ്, പക്ഷെ അവിടെ കോൺസണൻ്റ് സൗണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് യു, വാ, യോ സൗണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ യ സൗണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഏത് ആർട്ടിക്കിൾ ഉപയോഗിക്കണം? യൂസ് എ ഇൻസ്റ്റെഡ് ഓഫ് ആൻ. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ യു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പക്ഷേ യാ എന്ന് പറഞ്ഞാൽ അല്ലേ, യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, യു അതിൻ്റെ നമ്മളൊന്ന് പറഞ്ഞു നോക്കണം. അപ്പം യാ ശബ്ദമാണ്, അല്ലെങ്കിൽ യു ശബ്ദമാണ്, യ ശബ്ദമാണ് എങ്കിലും നമ്മൾക്ക് എങ്ങനെയാണ് അവിടെ ആർട്ടിക്കിൾ ഏതാ വരേണ്ടത്? ആനല്ല. നമ്മൾ പ്രത്യേകിച്ച് ചാടി കയറി ആൻസറൊക്കെ ചെയ്യും, ആൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതും ചിലപ്പോൾ. അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറില്ല. എങ്ങനെയാണ്? എ യൂണിവേഴ്സിറ്റി. അതുപോലെ എ യൂറോപ്യൻ എന്നാണ് ഇവിടെ കിടക്കുക അല്ലേ. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ആൻ യൂറോപ്യൻ എന്നൊക്കെ എഴുതാൻ തോന്നും, കാരണം ഈ എന്ന് പറഞ്ഞൊരു വവൽ ലെറ്റർ ആണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ യൂറോപ്യൻ എന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് എങ്ങനെയാണ് പറയുന്നത്? യൂറോപ്യൻ എന്നാണ്. യൂറോപ്യൻ, യു അല്ലേ, ആ ശബ്ദമാണ് അവിടെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എ യൂറോപ്യൻ എന്നാണ് പറയുക. ഇതുപോലെ മറ്റ് കുറച്ച് എക്സാമ്പിൾ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എ യൂണിറ്റ്, എ യൂണിയൻ, എ യൂസ്ഫുൾ ബുക്ക്, എ യുണീക്ക് ഐഡിയ, എ യൂണിഫോം, എ യൂസർ അക്കൗണ്ട്, എ യൂഷ്വൽ പ്രാക്ടീസ്, a useless object, a universal rule, a university student, a university teacher, a united team, a useful tool. These are the examples of this kind of things. So be careful while using these vowel letter plus consonant sound like you, va, yo sound. So here we should use a instead of an. ഇനി a or an is used before words that show a profession, post, rank, caste, community, religion, nationality, etc. അപ്പോൾ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമ്മൾ എന്തിൻ്റെയൊക്കെ മുമ്പിൽ ഉപയോഗിക്കും? ഒരു പ്രൊഫഷനെ സൂചിപ്പിക്കുന്നതിന്, നമ്മൾ തൊഴിലിനെ സൂചിപ്പിക്കുന്നതിന് മുമ്പിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയും. തന്നെ ഒരു പോസ്റ്റ്, പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട് അല്ലേ. പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, നമ്മുടെ മാനേജർ ആയിക്കോട്ടെ, CEO ആയിക്കോട്ടെ, കളക്ടർ, അപ്പോൾ ഓരോ പോസ്റ്റുകളാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ മുമ്പിൽ നമുക്ക് ആർട്ടിക്കിൾ ചേർത്ത് പറയാം. അതുപോലെ റാങ്കുകൾ, വിവിധ തരത്തിലുള്ള റാങ്കുകൾ. സോ ഇപ്പം നമ്മുടെ മേജർ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ CISI എന്നൊക്കെ ഓരോ റാങ്കുകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ മുമ്പിൽ, അല്ലെങ്കിൽ കാസ്റ്റുകൾക്ക് മുമ്പിൽ, ഇപ്പം ബ്രാഹ്മിൻ, അതുപോലെ തന്നെ നായർ, അങ്ങനെയൊക്കെ നമ്മൾ വിവിധ തരത്തിലുള്ള കാസ്റ്റുകളുണ്ട്, കമ്മ്യൂണിറ്റികളുണ്ട്. ഇപ്പം പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ റിലീജിയൻ, മതങ്ങളെ സൂചിപ്പിക്കണം. അപ്പം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അതുപോലെ നാഷണാലിറ്റി, ഇന്ത്യൻ, അമേരിക്കൻ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷൻ, പോസ്റ്റ്, റാങ്ക്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ, നാഷണാലിറ്റി, ഇതൊക്കെ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർക്കാറുണ്ട്.
അപ്പോൾ പ്രത്യേകിച്ച് നമുക്കിനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എയും ആനും എവിടെയാണ് കൃത്യമായിട്ട് ചേർക്കേണ്ടത്. എ ചേർക്കുക നമ്മൾ കോൺസണൻറ്റ് ലെറ്റേഴ്സിന് മുമ്പിലാണ്, ആൻ ചേർക്കുക നമ്മുടെ എന്താണ് വവൽ ലെറ്റേഴ്സ്, വവൽ സൗണ്ടുകൾ അല്ലെങ്കിൽ വവൽ ലെറ്ററിന് കൂടെയാണ് നമ്മൾ ആൻ ചേർക്കുക. നമുക്ക് നോക്കാം. പ്രൊഫഷനെ സൂചിപ്പിക്കുന്ന ഷീസ് എ ഡോക്ടർ, ഷീസ് എ ഡോക്ടർ. ഹീസ് ആൻ എഞ്ചിനീയർ. അപ്പം ഷീസ് എ ഡോക്ടർ, ഇപ്പം അല്ലേ ഡി ആണ് ലെറ്റർ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൺസണൻ്റ് ആണ്, അതുകൊണ്ട് എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീസ് ആൻ എഞ്ചിനീയർ, എഞ്ചിനീയർ അല്ലേ, എ ശബ്ദമാണ് അവിടെ വരിക, അപ്പോൾ അതൊരു വവലാണ് നമുക്കറിയാം. എ ഇ ഐ ഒ യു അതിനകത്ത് വരുന്ന ഒരെണ്ണമാണ്. അപ്പം ലെറ്റർ ആണെങ്കിലും അതെ, സൗണ്ട് ആണെങ്കിലും അതെ, രണ്ടും വവലായതുകൊണ്ട് അവിടെ ഒരു ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ മൈ ബ്രദർ ഈസ് എ ഡ്രൈവർ, മൈ ബ്രദർ ഈസ് എ ഡ്രൈവർ. മേരി ഈസ് എ നേഴ്സ്. അപ്പോൾ നോക്കൂ, ഇതിലെല്ലാം കൃത്യമായിട്ട് ആ ഒരു റൂൾ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷൻ വരുന്നതിന് പ്രൊഫഷൻ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ ഓർ ആൻ യൂസ് ചെയ്യും. ദെൻ പോസ്റ്റുകൾ, വിവിധ തരത്തിലുള്ള പോസ്റ്റുകൾ സൂചിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങനെയുള്ള വാക്കുകൾക്ക് മുമ്പ് എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കാറുണ്ട്. ഷീസ് എ പ്രിൻസിപ്പാൾ, അപ്പോൾ അവളൊരു പ്രിൻസിപ്പളാണ്. അപ്പോൾ പ്രിൻസിപ്പാളാണ് എന്ന് സൂചിപ്പിക്കുന്ന അങ്ങനെയുള്ള പോസ്റ്റിന് മുമ്പ് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ഹീസ് എ മാനേജർ, മൈ അങ്കിൾ ഈസ് ആൻ ഓഫീസർ, ഷീസ് എ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഓരോരുത്തരുടെ പദവികളൊക്കെ അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ സൂചിപ്പിക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അവസ്ഥകളിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ റാങ്കുകളെ കുറിച്ച് പറയുമ്പോൾ ഹീസ് എ ക്യാപ്റ്റൻ ഇൻ ദ ആർമി, ക്യാപ്റ്റനാണ് അല്ലേ, ആർമിയിൽ പട്ടാളത്തിൽ ക്യാപ്റ്റനാണ്. ഷീസ് എ മേജർ ഇൻ ദ മിലിറ്ററി, മിലിറ്ററിയിൽ ഒരു മേജറാണ് അവൾ. ബൈ കസിൻ എ ലെഫ്റ്റനൻറ്റ് ഇൻ ദി നേവി. അപ്പോൾ എൻ്റെ കസിൻ എൻ്റെ ബന്ധു ഒരു നേവിയിൽ ലെഫ്റ്റനൻ്റാണ്. ദെൻ ഇനി കാസ്റ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയാറുണ്ട്. ഹീസ് എ ബ്രാഹ്മിൻ, ഹീസ് എ ബ്രാഹ്മിൻ. ഷീസ് എ നായർ. അഹമ്മദ് ഈസ് ഫ്രം എ മുസ്ലിം കമ്മ്യൂണിറ്റി, ഹി കംസ് ഫ്രം എ ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ കാസ്റ്റുകൾ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യും. ദെൻ റിലീജിയനൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയുക. ഹീസ് എ ഹിന്ദു, ഹീസ് എ ഹിന്ദു. ഷീസ് എ ക്രിസ്ത്യൻ, മൈ ഫ്രണ്ട് ഈസ് എ ബുദ്ധിസ്റ്റ്, ഹീസ് എ സിഖ്. അപ്പോൾ പ്രധാനമായിട്ടും കൂടുതലും വരുന്നത് എ ആണ് ആർട്ടിക്കിളായിട്ട് വരാറ്. ദെൻ നാഷണാലിറ്റി സൂചിപ്പിക്കുമ്പോൾ ഷീസ് ആൻ ഇന്ത്യൻ, ഷീസ് ആൻ ഇന്ത്യൻ. ഹീസ് ആൻ അമേരിക്കൻ, മൈ ടീച്ചർ ഈസ് ആൻ ഓസ്ട്രേലിയൻ, ഷീ മാരീഡ് എ കനേഡിയൻ. ഇപ്പോൾ നോക്കൂ, നാഷണാലിറ്റികൾ, അതുപോലെ തന്നെ റിലീജിയൻ, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റാങ്ക്, പോസ്റ്റ്, പ്രൊഫഷൻ, ഇതെല്ലാം സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുമ്പിൽ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കും. ലെറ്റ് us learn about the definite article the. പിന്നെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇംഗ്ലീഷിൽ ഒരേ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളേ ഉള്ളൂ, ദി അല്ലെങ്കിൽ ദ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എവിടെയൊക്കെ ഈ പറയുന്ന ദ അല്ലെങ്കിൽ നമ്മൾ ദി എന്ന് വിളിക്കുന്നു, അത് എവിടെ ചേർക്കണം, എവിടെ ഉപയോഗിക്കണം, അതാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു 5, 6, 7 പോയിന്റുകളുണ്ട്. നമുക്ക് ഓരോന്നും ശ്രദ്ധയോടെ പഠിക്കാം. അപ്പോൾ ആദ്യത്തെ റൂൾ, ഫസ്റ്റ് റൂൾ, ടു റിഫർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. അതായത് ഒരു പ്രത്യേക ആളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെക്കുറിച്ച്, അതായത് നമ്മൾ ഏതോ ഒന്നല്ല, ഒരു നിശ്ചിതമായിട്ടും നമുക്ക് പറയാൻ, സൂചിപ്പിക്കാൻ, കാണിച്ചു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. അപ്പോൾ ഏതോ ഒരു ബുക്കല്ല ഇപ്പോൾ കിട്ടാനില്ലാത്തത്, നീ ആവശ്യപ്പെട്ട ബുക്ക് ഇപ്പോൾ കിട്ടാനില്ല എന്നാണ്. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻറ്റ്. ദെൻ ദ ടീച്ചർ ഹു ടീച്ചേഴ്സ് അസ് ഇംഗ്ലീഷ് ഈസ് വെരി കൈൻഡ്. അപ്പം ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ഭയങ്കര സ്നേഹമുള്ള ടീച്ചറാണ്, നല്ല ടീച്ചറാണ്. അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അപ്പോൾ ഒരു പർട്ടിക്കുലർ ടീച്ചർ അല്ലേ, സ്പെസിഫൈ ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുക. ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് ബ്ലൂ. അപ്പോൾ ഏതോ ഒരു പേനയെന്നല്ല, ആ മേശപ്പുറത്തുള്ള പേന. ദ പെൻ ഓൺ ദ ടേബിൾ ഈസ് ബ്ലൂ. ആ ഒരു നീല പേനയാണ് ആ മേശയുടെ പുറത്ത് ഉള്ളത്. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന അല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്ന
ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ഒക്കെ സൂചിപ്പിക്കുവാനും വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് റൂൾ, ബിഫോർ യുണീക്ക് തിങ്സ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള വസ്തുക്കളുമില്ല, പ്രപഞ്ചത്തിൽ അത് ഒന്നേ കാണുള്ളൂ, ഒരുപാടൊന്നും കാണില്ല. അതായത് സ്പെസിഫൈ ചെയ്ത് പറയാൻ ഒന്നേ ഒന്ന് എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട വസ്തുക്കളുടെ മുമ്പിൽ നമ്മൾ ദ ചേർത്താണ് പറയുക. നമുക്ക് നോക്കാം. ദ സൺ, ദ മൂൺ, ഇതൊന്നും ഒരുപാടില്ല അല്ലെ, ഒരേ ഒരെണ്ണമേ ഉള്ളൂ. ദ എർത്ത്, ദ സ്റ്റാർസ്, ദ വേൾഡ്, ദ ഗ്ലോബ്, ദ യൂണിവേഴ്സ്, ദ സ്കൈ, ഇതൊക്കെ ഒന്നേ ഉള്ളൂ അല്ലേ, നമുക്ക് ഏകമായിട്ടുള്ളതാണ് ഈ പ്രപഞ്ചത്തിൽ. അപ്പം അങ്ങനെ പ്രപഞ്ചത്തിൽ ഏകമായിട്ടുള്ള വസ്തുക്കളുടെ മുമ്പിൽ ദ ചേർത്താണ് നമ്മൾ പറയുക. ഇനി തേർഡ് വൺ, ബിഫോർ ഹോളി ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ദിനപത്രങ്ങൾ എന്നിവയുടെയൊക്കെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ചേർത്താണ് പറയുക. ഇപ്പം ദ ഖുറാൻ, ദ രാമായണ, ദ ഹിന്ദു, ദ ബൈബിൾ, ദ എൻസൈക്ലോപീഡിയ, ഇപ്പം ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പം നോക്കൂ, ഈ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അവയുടെ ദിനപത്രങ്ങളുടെ പേരിലൊക്കെ പേരുകളുടെ മുമ്പിലൊക്കെ നമ്മൾ ദ ചേർത്താണ് പറയുക. ഇനി ഫോർത്ത് വൺ, ബിഫോർ റിവേഴ്സ്, സീസ്, ഓഷ്യൻസ് എക്സെട്ര. അപ്പം നദികൾ, കടലുകൾ, മഹാസമുദ്രങ്ങൾ എന്നിവയുടെയൊക്കെ പേരുകൾ പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്ത് ചേർത്ത് പറയണം? ദ ചേർത്ത് പറയുക. ദ നൈൽ, ദ അറേബ്യൻ സീ, ദ സ്യൂസ് കനാൽ, ദി പസഫിക് ഓഷ്യൻ, ദ പാക് സ്ട്രെയ്റ്റ്, ദ പേർഷ്യൻ ഗൾഫ്. അപ്പോൾ ഇതൊക്കെ വിവിധ നദികളും കടലുകളും മഹാസമുദ്രങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദ ചേർത്ത് പറയുക. ഫിഫ്ത്ത് വൺ, ബിഫോർ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഐലൻഡ് ഗ്രൂപ്പ്സ്. അതായത് പർവ്വത നിരകൾ അല്ലെങ്കിൽ ദ്വീപുകളുടെ കൂട്ടങ്ങൾ, ഇവയൊക്കെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദ്വീപുകളുടെ പേരുകളുടെ മുമ്പിൽ, പർവ്വത നിരകളുടെ പേരുകളുടെ മുമ്പിലൊക്കെ ദ ചേർത്താണ് പറയുക. അത് കൂട്ടങ്ങളായിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ദ ചേർത്താണ് നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. ദ ഹിമാലയാസ്, ദ ആൽപ്സ്, ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദ വെസ്റ്റേൺ ഗാറ്റ്സ്, ദ മാൽദീവ്സ്, ദ ലക്ഷദ്വീപ് ഐലൻഡ്സ് അല്ലേ. ഇതൊക്കെ ദ്വീപുകൾ, സമൂഹങ്ങളാണ്, പർവ്വത നിരകളാണ്. അപ്പോൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ നമ്മൾ ദ ചേർത്ത് പറയണം. ഇനി തനിച്ചാണ് വരുന്നതെങ്കിൽ നമ്മൾ കൂട്ടങ്ങളായിട്ടല്ല ഓരോന്നിനെയും തനിച്ചായിട്ട് പറയുന്നതെങ്കിൽ നമ്മളവിടെ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചാൽ മതിയാവും. ദെൻ ബിഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ദാറ്റ് ഈസ് ദി സിക്സ്ത് വൺ. അതായത് സംഗീത ഉപകരണങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ചേർത്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. ദ വയലിൻ, ദ ഗിറ്റാർ, ദ പിയാനോ, ദ ഫ്ലൂട്ട്, ദ ട്രംപറ്റ്, ദ കീബോർഡ്, ദ തബ്ല. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട സംഗീത ഉപകരണങ്ങളാണ്. അപ്പോൾ സംഗീത ഉപകരണങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ സെവൻത്ത് വൺ, ബിഫോർ ദ നെയിംസ് ഓഫ് ട്രെയിൻസ്, ഷിപ്സ്, എയ്റോപ്ലെയിൻസ്, സ്പേസ് ക്രാഫ്റ്റ് എക്സെട്ര. അതായത് ട്രെയിനുകളുടെ പേരുകൾക്ക് മുമ്പിൽ, കപ്പലുകളുടെ പേരുകൾക്ക് മുമ്പിൽ, വിമാനങ്ങളുടെ, ബഹിരാകാശ വാഹനങ്ങളുടെയൊക്കെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ കേരള എക്സ്പ്രസ്, ദ രാജധാനി എക്സ്പ്രസ്, ദ വിവേക് എക്സ്പ്രസ്, ഇത് പ്രധാനപ്പെട്ട തീവണ്ടികളാണ്. അപ്പോൾ ഇവിടെ പേരുകൾക്ക് മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. ദ ടൈറ്റാനിക്, ദ INS വിക്രമാദിത്യ, ദ INS അരിഹന്ത്, ഇതൊക്കെ പ്രധാനപ്പെട്ട കപ്പലുകൾ, യുദ്ധക്കപ്പലുകളും ഒക്കെയാണ് അല്ലേ. അപ്പം ഇങ്ങനെ കപ്പലുകളുടെ പേരുകൾക്ക് മുമ്പിൽ ദ ബോയിങ് 747, ദി എയർബസ് A380, ദി അപ്പോളോ 11, ദ ചന്ദ്രയാൻ 3. അപ്പം പ്രധാനപ്പെട്ട ബഹിരാകാശ വാഹനങ്ങൾ, ഇവയുടെയൊക്കെ പേരുകൾക്ക് മുമ്പിൽ ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. എയ്ത്ത് വൺ, ബിഫോർ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമ്മൾ ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന ഗുണം കാണിക്കുന്ന ആ വാക്കുകൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ രൂപങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർക്കുന്നു. നോക്കാം. ദ ബിഗ്ഗസ്റ്റ്, ദ ടോളസ്റ്റ്, the biggest, the highest, the easiest, the smartest, the coldest, the most beautiful, the most interesting, the happiest, the longest. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ഉയർന്ന ഗുണം കാണിക്കുന്ന രൂപങ്ങൾക്കൊക്കെ മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. ദെൻ നയൻത്ത് വൺ, ബിഫോർ സർട്ടൻ ടൈം എക്സ്പ്രഷൻസ്. ഇപ്പോൾ സമയം സൂചിപ്പിക്കുന്ന ചില പ്രയോഗങ്ങൾക്കൊക്കെ മുമ്പിൽ, സമയത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ മുമ്പിൽ
ദ ചേർത്താണ് പറയേണ്ടത്. ഇൻ ദി ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ നൈറ്റ്, ഇൻ ദി പാസ്റ്റ്, ഇൻ ദ ഫ്യൂച്ചർ, അറ്റ് ദ മൊമെൻറ്റ്, ഓൾ ദ ടൈം, ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇതത് സമയം സൂചിപ്പിക്കുന്ന ആ പ്രയോഗങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ദ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. ദെൻ 10th വൺ, ബിഫോർ നെയിംസ് ഓഫ് ഫേമസ് മോണ്യുമെൻറ്റ്സ്. ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സ്മാരകങ്ങളുണ്ട്. ആ സ്മാരകങ്ങളുടെ പേരുകൾക്കൊക്കെ മുമ്പിൽ ദ ചേർത്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത്. ദ താജ്മഹൽ, ദ റെഡ് ഫോർട്ട്, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ദ കുത്തബ് മിനാർ, ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ദ ഇന്ത്യ ഗേറ്റ്, ദ വിക്ടോറിയ മെമ്മോറിയൽ, ദ രാജ്ഘട്ട് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ പ്രശസ്തമായ സ്മാരകങ്ങളാണ്. അപ്പോൾ ഇവയൊക്കെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അവയുടെ പേരുകൾക്ക് മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. ദെൻ 11th വൺ, ബിഫോർ ഓർഡിനൽ നമ്പേഴ്സ്. അതായത് ക്രമസംഖ്യകൾ നമ്മൾ പറയുമ്പോൾ ആ ക്രമസംഖ്യകളുടെ മുമ്പിൽ ദ ചേർത്താണ് പറയുക. ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ദ ഫോർത്ത്, ദ ഫിഫ്ത്ത്, ദ സിക്സ്ത്, ദ സെവൻത്ത്, ദ എയ്ത്ത്, ദ നയൻത്ത്, ദ 10th. അപ്പോൾ അതായത് ഓർഡിനൽ നമ്പേഴ്സ് ക്രമസംഖ്യകൾ പറയുമ്പോൾ അതിന് മുമ്പിലായിട്ട് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുക. ദെൻ 12th വൺ, ഔദ്യോഗിക സ്ഥാനങ്ങളുടെ പേരുകളുടെ മുമ്പിൽ, ദാറ്റ് ഈസ് ബിഫോർ നെയിംസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻ. അതായത് ഔദ്യോഗിക സ്ഥാനപ്പേരുകൾ അല്ലേ, ഔദ്യോഗിക സ്ഥാനങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. അപ്പോൾ ആ ഔദ്യോഗിക സ്ഥാനങ്ങളുടെ പേരുകൾക്ക് മുമ്പിൽ നമ്മളെപ്പോഴും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ബിഫോർ ദ നെയിംസ് ഓഫ് ഒഫീഷ്യൽ പൊസിഷൻസ്. നമുക്ക് നോക്കാം. ദ പ്രസിഡൻറ്റ് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഏറ്റവും പരമോന്നത ഒരു പദവിയാണ് ദ പ്രസിഡൻറ്റ്. ദ പ്രൈം മിനിസ്റ്റർ, ദ ഗവർണർ, ദ പ്രിൻസിപ്പൽ, ദ മാനേജർ, ദ ഡയറക്ടർ, ദ ചെയർമാൻ, ദ ജഡ്ജ്, ദ മേയർ, ദി കളക്ടർ. ഓക്കെ, അപ്പം അങ്ങനെ ഔദ്യോഗിക സ്ഥാനപ്പേരുകളുടെ മുമ്പിൽ എപ്പോഴും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്താണ് പറയുക. ദെൻ 13th വൺ, ബിഫോർ നെയിംസ് ഓഫ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരഭാഗങ്ങളുടെ പേരുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർത്താണ് പറയുക. ദ ഹെഡ്, ദ ഷോൾഡർ, ദ ഫേസ്, ദ ഹാൻഡ്, ദ ആം, ദ ലെഗ്, ദ ഐ, ദ ഇയർ, ദ നോസ്, ദ ബാക്ക്, ദ ഫുട്ട് എക്സെട്ര. അപ്പോൾ ശരീരഭാഗങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ പേരുകളൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ 14th വൺ, ബിഫോർ നെയിംസ് ഓഫ് ഡയറക്ഷൻസ്. ദിശകളുടെ, ഇപ്പോൾ ഓരോ ഏത് ദിശയാണ് അങ്ങനെ സൂചിപ്പിക്കുന്ന ആ പേരുകൾക്ക് മുമ്പിൽ നമ്മൾ ദ ചേർത്താണ് പറയുക. ദ നോർത്ത്, ദ സൗത്ത്, ദ നോർത്ത് ഈസ്റ്റ്, ദ നോർത്ത് വെസ്റ്റ്, ദ സൗത്ത് വെസ്റ്റ്, ദ സൗത്ത് ഈസ്റ്റ്, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്. അപ്പം പ്രധാനപ്പെട്ട ദിശകളുടെയൊക്കെ പേരുകളുടെ മുമ്പിൽ നമ്മൾ ദ ചേർത്താണ് പറയുക. We move on to the practice worksheet. നമ്മൾക്കിനി ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ച എ ആൻഡ് ദി ഈ ആർട്ടിക്കിൾസൊക്കെ വരുന്ന കുറച്ച് പ്രാക്ടീസ് വർക്ക്ഷീറ്റ് നമുക്ക് ചെയ്യാം. നിങ്ങൾ മാക്സിമം ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ സോ ഡാഷ് എലഫൻറ്റ് ഇൻ ദി സൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന അത് കഴിഞ്ഞ് കിടക്കുന്ന വേർഡ്, ആ വേർഡിൻ്റെ ഇനീഷ്യൽ ലെറ്റർ, ആദ്യത്തെ ലെറ്റർ ഏതാണെന്ന് നമ്മൾ അക്ഷരം ഏതാണെന്ന് നമ്മൾ നോക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇ ആണ്. അപ്പോൾ ഇ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഇ എന്ന് പറയുന്നത് ഒരു വവ്വലാണ്. എ ഇ ഐ ഒ യു ഇതിലെ ഒരു മെമ്പറാണ്. ഇനി അത് പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കേ, എലഫൻറ്റ് എന്നാണ്. എലഫൻറ്റ് അപ്പോഴും എ സൗണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം വവ്വൽ സൗണ്ടാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ വവ്വൽ ലെറ്ററുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരാൻ സാധ്യതയുള്ള ആർട്ടിക്കിൾ ഏതായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ദി ആൻസർ ആൻ. ആൻ. ഐ സോ ആൻ എലഫൻറ്റ് ഇൻ ദി സൂ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് ഡാഷ് ഓണസ്റ്റ് ഗേൾ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് കാണുമ്പോഴും പ്രത്യേകം ഓർക്കണം, നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മുമ്പേ പഠിച്ചിരുന്നു HONEST
അത് ഹോണസ്റ്റ് എന്നല്ല പറയേണ്ടത്, അവിടെ എച്ച് സൈലൻ്റ് ആണ്, അത് പറയുന്നത് ഓണസ്റ്റ് എന്നാണ്. അപ്പോൾ ആ പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓ ശബ്ദമാണ് ഫ്രണ്ടിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതൊരു വവൽ സൗണ്ടാണ് പ്രൊനൗൺസ് ചെയ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ വരുന്ന ആർട്ടിക്കിൾ ഏതായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഒക്കെ പിടികിട്ടി കാണും. ഓക്കെ, ഷീ ഈസ് ആൻ ഓണസ്റ്റ് ഗേൾ. That is the answer. She is an honest girl. Then third one. He bought dash umbrella yesterday. He bought dash umbrella yesterday. ഇവിടെ ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വേർഡ് എന്ന് പറയുന്നത് അംബ്രല്ലയാണ്. അംബ്രല്ലയുടെ ആദ്യത്തെ ഇനീഷ്യൽ ലെറ്റർ ഏതാണെന്ന് നോക്കിക്കേ, യു ആണ് അല്ലേ. അപ്പം യു, അപ്പം നമ്മൾ ആ ശബ്ദത്തിലാണ് പറയുന്നത് അല്ലേ. അപ്പം ആ ശബ്ദം അല്ലെങ്കിൽ യു എന്ന് പറയുന്ന ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുക? വവലിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ വവൽ സൗണ്ട് വരുമ്പോൾ അതിന് മുമ്പ് എന്താണ് ചേർക്കുക എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? ആൻ ചേർക്കുക. അപ്പോൾ അവിടെയും ആൻസർ എന്താണ്? ഹി ബോട്ട് ആൻ അംബ്രല്ല യെസ്റ്റർഡേ. ഫോർത്ത് വൺ. ഐ ഹാവ് ഡാഷ് പെറ്റ് ഡോഗ്. അപ്പോൾ ഇവിടെ ഡാഷ് കഴിഞ്ഞുള്ള വാക്ക് നോക്കണം, ശ്രദ്ധിക്കണം. ഏതാണ്? പെറ്റ് എന്നാണ്. പെറ്റ് ഡോഗ്. അപ്പോൾ പി എന്ന് പറയുന്ന ആ ഇനീഷ്യൽ ലെറ്റർ ഒരു കോൺസണൻ്റ് സൗണ്ടാണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്നതും കോൺസണൻ്റ് സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസണൻ്റ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു വേർഡിന് മുമ്പിൽ ചേർക്കേണ്ടത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ എ. ഐ ഹാവ് എ പെറ്റ് ഡോഗ്. ഐ ഹാവ് എ പെറ്റ് ഡോഗ്. ദെൻ ഇത്രയും നാളും അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? സെൻറ്റൻസിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. ഇനി സെൻറ്റൻസിൻ്റെ തുടക്കമുള്ള ഒരു വാക്കാണ് നമ്മൾ ഇനി ആർട്ടിക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡാഷ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ ആൻസർ കിട്ടിക്കാണും. ഇനി രണ്ടാമത്തെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ. സൺ എന്ന് പറയുന്ന ആ വേർഡ്, അതിൻ്റെ ഇനീഷ്യൽ ലെറ്റർ ഒരു എസ് ആണ്. അതൊരു കോൺസണൻ്റ് സൗണ്ടാണ്. അത് നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? കോൺസണൻ്റ് സൗണ്ട് മാത്രമല്ല, ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത സൺ എന്ന് പറയുന്നത് ഒരേ ഒരെണ്ണം ഉള്ളൂ. അപ്പം അല്ലേ, അപ്പം ഒന്നേ ഉള്ളൂ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്ന ആ വേർഡുകൾക്കൊപ്പം എന്താണ് ഇംഗ്ലീഷിൽ ചേർക്കേണ്ട ആർട്ടിക്കിൾ, സെൻറ്റൻസിൽ ചേർക്കേണ്ട ആർട്ടിക്കിൾ? അത് ദ ആണ്. അപ്പം ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഓക്കെ, സിക്സ്ത് വൺ. ഷീ ഈസ് ഡാഷ് ടീച്ചർ ഇൻ അവർ സ്കൂൾ. അപ്പോൾ ടീച്ചർ എന്നുള്ള വേർഡ്, ആ വേർഡിൻ്റെ ഇനീഷ്യൽ ലെറ്റർ ടി ആണ്. അപ്പോൾ അതെന്താണ്? ഒരു കോൺസണൻ്റ് സൗണ്ടാണ്. അപ്പോൾ കോൺസണൻ്റ് സൗണ്ടിന് മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഷീ ഈസ് എ ടീച്ചർ ഇൻ അവർ സ്കൂൾ. ദെൻ സെവൻത് വൺ. വി സോ ഡാഷ് ഓൾഡ് മാൻ നിയർ ദ പാർക്ക്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഓൾഡ് മാൻ, അതിൻ്റെ ഇനീഷ്യൽ ലെറ്റർ ഏതാണ്? ഓ ആണ് അല്ലേ. അപ്പോൾ ഓ എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ടാണ്. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഓ ശബ്ദമാണ് അല്ലേ. അപ്പം വവൽ സൗണ്ടിന് മുമ്പിൽ എന്ത് ചേർക്കണം? ആൻ ചേർക്കുക അല്ലേ. വി സോ ആൻ ഓൾഡ് മാൻ നിയർ ദി പാർക്ക്. ഹി എയ്റ്റ് ഡാഷ് ആപ്പിൾ ഇൻ ദ മോർണിംഗ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും അല്ലേ. ആപ്പിൾ, അപ്പോൾ എ ശബ്ദമാണ്, എ ആണ് ഇനിഷ്യൽ ലെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാടി നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ആൻ. ഹി എയ്റ്റ് ആൻ ആപ്പിൾ ഇൻ ദി മോർണിംഗ്. നയൻത് വൺ. ഷി വാണ്ട്സ് ടു ബിക്കം ഡാഷ് എൻജിനീയർ. ഷി വാണ്ട്സ് ടു ബിക്കം ഡാഷ് എൻജിനീയർ. അപ്പം പ്രൊഫഷന് മുമ്പിൽ നമ്മൾ എ ഓർ ആൻ ആണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് കൃത്യം അറിയാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, വാക്കിൻ്റെ ഇനീഷ്യൽ ലെറ്റർ ഏതാണെന്ന് പ്രത്യേകം നോക്കണം. ഇവിടെ ഇ ആണ്. ഇ എന്ന് പറയുന്നത് വവൽ സൗണ്ട്സിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ വവൽസിലുള്ള ഒരംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ശബ്ദമാണ് ഇവിടെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഇ ആണ് അവിടുത്തെ ലെറ്റർ. അപ്പോൾ ഉറപ്പിച്ചു വവലാണ്. വവലിന് മുമ്പിൽ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. അപ്പോൾ ഷി വാണ്ട്സ് ടു ബിക്കം ആൻ എൻജിനീയർ. ഡാഷ് മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടു നൈറ്റ്. അപ്പോൾ ഇന്ന് രാത്രി ചന്ദ്രൻ നല്ല ഭംഗിയിൽ കാണുന്നു അല്ലേ, ഭംഗിയിൽ കാണപ്പെടുന്നു എന്നാണ്. അപ്പോൾ നോക്കൂ, ചന്ദ്രൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത് തന്നെ അതിനൊരു ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഒന്നേ ഉള്ളൂ എന്നതിനെ കുറിക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടെ എന്ത് ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള പേരുകൾക്ക് മുമ്പിൽ ദ ചേർക്കണം. അപ്പം ദ മൂൺ ലുക്സ് ബ്യൂട്ടിഫുൾ ടു നൈറ്റ്. Okay, now we move to the part 2 session.
Choose the right article, correct article. First one, he is dash MLA. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്രോണിമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ഒരു അക്രോണിം എന്താണ് നമ്മളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് വവ്വൽ സൗണ്ടിലാണെങ്കിൽ ആൻ ചേർക്കുക, കോൺസണൻറ്റ് സൗണ്ടിലാണെങ്കിൽ എ ചേർക്കുക. അപ്പോൾ ഇവിടെ MLA സൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴും ഓർക്കുക, അപ്പോൾ ഈ അക്രോണിമൊക്കെ കൂടുതൽ വരുമ്പോൾ ആൻ സൗണ്ട് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഹീസ് ആൻ MLA. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് ഹീസ് ഡാഷ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് MLAയുടെ എക്സ്പാൻഡ് ചെയ്ത ഫോം ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ഫോം ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണെങ്കിൽ അവിടെ ആൻ അല്ല ഉപയോഗിക്കേണ്ടത്, എ ആണ് ഉപയോഗിക്കേണ്ടത്. ഹീസ് എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് തന്നെ പറയണം. അക്രോനിം അതായത് ചുരുക്കരൂപം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആൻ ആണ് കൂടുതലും ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ, ഷീസ് ഡാഷ് യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ആ വാക്ക് യൂറോപ്യൻ, ആ യൂറോപ്യൻ എങ്ങനെയാണ് നമ്മൾ എന്താണ് ഇനീഷ്യൽ ലെറ്റർ ഇ ആണെങ്കിലും അപ്പോൾ അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് പറയുമ്പോൾ ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ യൂറോപ്യൻ യായാണ് അല്ലേ, യൂറോപ്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വൈ സൗണ്ടാണ്, YU അല്ലേ, ആ ഒരു, അപ്പോൾ അതൊരു കോൺസണൻറ്റ് ലെറ്റർ ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും യു എന്ന് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത് എ ആണ് ഉപയോഗിക്കേണ്ടത്, ആൻ അല്ല ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഷീ ഈസ് എ യൂറോപ്യൻ സ്റ്റുഡൻറ്റ്. തേർഡ് വൺ, ഐ സോ ഡാഷ് ഔൾ ഇൻ ദ ട്രീ. ഞാൻ മരത്തിലൊരു മൂങ്ങേനെ കണ്ടെന്നാണ്. അപ്പോൾ ഈ ഔൾ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ലെറ്റർ ഓ ആണല്ലേ, ആ. അപ്പോൾ ആ ശബ്ദമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതായിരിക്കും അവിടെ ആർട്ടിക്കിൾ വരിക? അതൊരു വവൽ സൗണ്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻ ആണ് അവിടെ ആൻസറായിട്ട് വരിക. ഐ സോ ആൻ ഔൾ ഇൻ ദി ട്രീ. ഫോർത്ത് വൺ, ഗംഗ ഈസ് എ ഹോളി റിവർ. ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നദികളുടെയും സമുദ്രങ്ങളുടെയും ഒക്കെ ഈ പേരുകളൊക്കെ പറയുമ്പോൾ അതിന് മുമ്പിൽ എന്ത് ചേർത്ത് പറയണമെന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ട്. ദ ചേർത്ത് പറയണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ദ ഗംഗ ഈസ് എ ഹോളി റിവർ. ഫിഫ്ത്ത് വൺ, ഹി ബോട്ട് ഡാഷ് 1 rupee coin. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പെട്ടെന്ന് ചാടി ഓ ആണല്ലോ 1 rupee എന്നാണല്ലോ കിടക്കുന്നത്, അപ്പോൾ ഓ ആണല്ലോ, എന്നാൽ പിന്നെ ഒരു പണി ചെയ്തേക്കാം, അവിടെ ആനെന്ന് ചേർത്തേക്കാന്ന് വെച്ചാൽ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തികേടാണ്. എങ്ങനെയാണ് ഹി ബോട്ട് ആൻ 1 rupee coin എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശൈലികേടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ വായാണ്, അത് WA, വാ ശബ്ദമാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശബ്ദം വന്നാൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ, എന്ത് ചേർക്കണം? എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം, അല്ലാതെ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ല ചേർക്കേണ്ടത്. അപ്പം ഇവിടുത്തെ ആൻസർ ഏതാണ്? ഹി ബോട്ട് എ 1 rupee coin. എ ആണ് ചേർക്കേണ്ടത്. Now we move on to the third practice worksheet, part 3, correct the sentences. First question, അതായത് ഈ വാചകങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ശരിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ ഈസ് എ ഓണസ്റ്റ് വുമൺ. ഷീ ഈസ് എ ഓണസ്റ്റ് വുമൺ. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ശൈലികേട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലേ, കാരണം നമ്മൾ പഠിച്ചത് വെച്ച് അങ്ങനെയല്ല പറയേണ്ടത് അല്ലേ. അപ്പം ഓണസ്റ്റ് എന്ന്, അതായത് ആർട്ടിക്കിൾ ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത്? എ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കിടക്കുന്ന വേർഡ് ഏതാണ്? ഓണസ്റ്റ് ആണ്, ഹോണസ്റ്റ് അല്ല, ഓണസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊനൗൺസ് ചെയ്യപ്പെടുന്ന ഓ ശബ്ദമാണ്, അതായത് വവ്വൽ ലെറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എ അല്ല ഉപയോഗിക്കേണ്ടിയിരുന്നത്, മറിച്ച് ഏതാണ്? ആൻ ആണ് ഉപയോഗിക്കേണ്ടിയിരുന്നത്. അപ്പം അതാണ് അവിടുത്തെ കറക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ശരിയായിട്ട് എങ്ങനെ പറയാം? ഷീ ഈസ് ആൻ ഓണസ്റ്റ് വുമൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി ബോട്ട് ആൻ യൂണിവേഴ്സിറ്റി ബുക്ക്. അപ്പോൾ അത് പറയുമ്പോൾ അതിനകത്ത് എന്താ ഒരു മിസ്റ്റേക്ക് ഉള്ളത്? നോക്കൂ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ആനാണ്, അത് കഴിഞ്ഞ് കിടക്കുന്ന വേർഡ് ഏതാണ്? യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ അല്ലേ, യാ ശബ്ദമാണ്, യൂണിവേഴ്സിറ്റി. അപ്പം അതൊരു കോൺസണൻറ്റ് സൗണ്ടാണ്,
അവിടെ ഇവിടെ വവൽ ലെറ്ററിലാണ് തുടങ്ങിക്കുന്നത്, പക്ഷേ പ്രൊനൗൺസിയേഷൻ അവിടെ യാ ശബ്ദമായതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? അവിടെ ആർട്ടിക്കിള് കോൺസണൻ്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ എ ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് എങ്ങനെ പറയാം? ഹി ബോട്ട് എ യൂണിവേഴ്സിറ്റി ബുക്ക്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഐ സോ എ ഔൾ ഇൻ ദി ട്രീ. ഐ സോ എ ഔൾ ഇൻ ദി ട്രീ. അപ്പോൾ ഇതെങ്ങനെ ശരിയായിട്ട് പറയാം നോക്കൂ. ആർട്ടിക്കിൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എ ആണ്, അതിനുശേഷം ഔൾ നന്നാവും. അപ്പോൾ ഔൾ ആ ശബ്ദത്തിലാണ് വരുന്നത്, അത് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓ എന്ന് പറയുന്നത് ഒരു വവൽ ലെറ്റർ ആണ്. അപ്പം എന്ത് വവൽ ലെറ്ററും വവൽ സൗണ്ടും പ്രൊനൗൺസ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എന്ത് ചേർക്കണം? അവിടെ ആൻ എന്ന ആർട്ടിക്കിളാണ് ചേർക്കേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഐ സോ ആൻ ഔൾ ഇൻ ദി ട്രീ. ഇനി ഫോർത്ത് വൺ, ഷീ ഈസ് എ എം എൽ എ. ഷീ ഈസ് എ എം എൽ എ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അക്രോനിം വരുന്ന സന്ദർഭങ്ങളിൽ ഏത് ആർട്ടിക്കിളാണ് ഉപയോഗിക്കേണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഐഡിയ വന്നു അല്ലേ. അവിടെ വരേണ്ടത് ആൻ ആണ്. അപ്പോൾ എം എൽ എ ആണ് ഈ ശബ്ദത്തിലൊക്കെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഷീ ഈസ് ആൻ എം എൽ എ. ഇനി ഫിഫ്ത്ത് വൺ എങ്ങനെയാണ് പറയേണ്ടത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഹീസ് ആൻ യൂറോപ്യൻ ടീച്ചർ. ഹീസ് ആൻ യൂറോപ്യൻ ടീച്ചർ. അപ്പോൾ അവിടുത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കി, ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻ എന്നുള്ള ആർട്ടിക്കിളാണ്. അതിന് ശേഷം കൊടുത്തിരിക്കുന്ന വാക്ക് യൂറോപ്യൻ എന്നാണ്. യാ അല്ലേ, യൂറോപ്യൻ. അപ്പോൾ വൈ യു ആ ഒരു സൗണ്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ യു എന്നുള്ളത് ഒരു കോൺസണൻ്റ് സൗണ്ടാണ് അല്ലേ. അതായത് മലയാളത്തിലെ യൂറോപ്യൻ. അപ്പോൾ ഈ ആ ശബ്ദം വരുന്നതുകൊണ്ട് തന്നെ അതൊരു കോൺസണൻ്റ് ലെറ്റർ അല്ലെങ്കിൽ ഒരു വേർഡായിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിള് ആൻ അല്ല, എ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഹീസ് എ യൂറോപ്യൻ ടീച്ചർ. Dear friends, today we learned article A before consonant sounds and an before vowel sounds and the four specific things. So I think you enjoyed this video. Practice these rules to improve your English grammar. If you like this video, especially this lesson, please like, share and subscribe my channel English Excellence with Jobin Joseph. See you in the next lesson.